പപ്പു, വയനാടൻ പ്രധാനമന്ത്രി. പരിഹാസങ്ങളേറെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ മനുഷ്യൻ. രാഷ്ട്രീയം അറിയാത്തവനെന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളെ പരിഹസിച്ചിരുന്നവരിൽ BJP-ക്കാർ മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഷ്ട്രീയക്കാർ കൂടിയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അയാൾ പോരാടുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വൈറസ് കണക്കെ സർവ്വ മേഖലകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഫാഷിസ്റ്റുകളുടെ ഇടയിലാണ്. അയാൾ എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു. രാജ്യദ്രോഹി എന്ന വിളി കേട്ടിട്ടും അതിനിർണായകമായ വിഷയങ്ങളിൽ വരെ ഭരണകൂടത്തിന് നേരെ അയാൾ വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ഉയർത്തി. ഇന്ത്യയുടെ ഒരറ്റം മുതൽ കാശ്മീർ വരെ നടന്ന ആ മനുഷ്യൻ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയാളുടെ സാന്നിധ്യം എത്രമേൽ പ്രാധാന്യമുള്ളതാണെന്ന് അയാൾ തെളിയിച്ചു. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനഹിതത്തിനപ്പുറം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിൽ BJP സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തി. പക്ഷെ അയാൾ നിർത്താൻ ഒരുക്കമല്ലായിരുന്നു. ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഇവിടുത്തെ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ അതിന്റെ കാവലാളായി അയാൾ ഇറങ്ങിത്തിരിച്ചു. തെരഞ്ഞെടുപ്പുകൾ BJP-ക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾക്കെതിരെ അയാൾ ഒറ്റയാൾ പോരാട്ടം നടത്തി. ഡിജിറ്റൽ ലിസ്റ്റ് ആവശ്യപ്പെട്ടിടത്ത് 7 അടി ഉയരമുള്ള പേപ്പർ കെട്ടുകൾ നൽകുമ്പോൾ അയാൾ അതിന്റെ പരിശോധനകളിലേക്ക് കടക്കില്ലെന്ന് അവർ പ്രതീക്ഷിച്ച് കാണും. പക്ഷേ ഒരു ടീമിനെ തയ്യാറാക്കി 6 മാസം കൊണ്ട് അയാൾ ഇലക്ഷൻ കമ്മീഷന്റെ കള്ളത്തരങ്ങളെ പൊളിച്ചടക്കി. പിന്നീട് കണ്ടത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരന്റെ ഇതുവരെ കാണാത്ത വാർത്താ സമ്മേളനം. കൃത്യം, വ്യക്തം. അയാൾ പൊരുതുന്നത് നമുക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഇവിടുത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. കൂടെ നിൽക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും കടമയാണ്. രാഷ്ട്രീയം മറന്ന് അയാളോടൊപ്പം അണിചേരാം ഇന്ത്യയെ വീണ്ടെടുക്കാനായി.